നമ്മൾ പ്രാർത്ഥിക്കണം മുത്തപ്പനെ കേട്ടോ. 1000 പൂർണ്ണജന്മം ഉദിച്ചിരിക്കുന്ന പ്രഭു പോലെ കൂടിയുണ്ടാവും. പകരോടുകൂടെ ആ പുരുഷപ്പെട്ട മുത്തപ്പനെ കണ്ടുകൊണ്ട് എല്ലാ ഐശ്വര്യങ്ങളും ഇല്ല. വാ എൻ്റെതായിരിക്കുന്ന എൻ്റെ മടിയിലിരുന്നാൽ ജീവനും ആയുഷ്യനും ബലമുണ്ടാക്കും. ഈ ഒരു കരച്ചിൽ കേൾക്കാൻ നീ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് അല്ലേ? ഇതാ നക്ഷത്രം. മഞ്ഞുപൂണിരിക്കുന്ന ഈ മൂർധാവിങ്കല് മറ്റൊരു മഹാവ്യാധി വന്ന് കരകയറാൻ ഇടവരുത്തായതൊക്കെ വണ്ണം 1000 പൂർണ്ണചന്ദ്രന്മാരെ കാണേണ്ട ഭാഗ്യം. എൻ്റെ അടുത്ത് വരാൻ ഇനി കളിക്കുന്നല്ലേ? എൻ്റെ അടുത്ത് പോയാ അവട്ടെ. നോക്കിയാട്ടെ ആ ബന്ധം കണ്ടുവാ ഇവിടെയാ ഇങ്ങോട്ട് വരാനാ കളിക്കുന്നല്ലേ? ആവട്ടെ. ഇവിടെ ഇവിടെയാണ് കൈയെടുക്കുന്ന കാലത്തെങ്കിലും ആരുടെ കണ്ണിലും അനുഭവം വിൽസാധ്യതൊക്കെ വണ്ണം പരിപാലിച്ച് രക്ഷിക്കാൻ പൂർണ്ണ ആരോഗ്യം ഞാൻ കൊടുത്താൽ പോലെ കേട്ടോ. പ്രാർത്ഥിച്ച് പക്ഷോമുത്തപ്പനെ പോകാൻ കേട്ടോ. തേജസ്സോടുകൂടെ സന്തോഷിക്കാനുള്ളതാക്കിയ വിഷമഘട്ടത്തിൽ എത്തിക്കുക. ഒരു രാജകീയമായിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് ഞാൻ ഇരുത്തും. അന്ന് എന്നെ വിളിക്കും. ഞാൻ തന്നില്ല. അന്ന് ഞാൻ വാങ്ങിയത് ഒരിക്കലും നിന്റെ കരം കൊണ്ട് മുത്തപ്പനെ വിളിക്കും. പറഞ്ഞ് കാലതാമസപ്പെടുത്തേണ്ട കാര്യങ്ങളൊന്നും എന്നെ അറിഞ്ഞിരിക്കുന്ന പരമഭക്തന്മാരാണ്, കലാകാരന്മാരാണ്. ഇവിടെ ചെല്ലുന്ന ആ ദിക്കുകളും മുട്ടുകുത്തിപ്പോകുന്ന സമയം മുൻകരത്തെ പിടിച്ചു രക്ഷിക്കാൻ വിശ്വാസത്തിലാണ് അണയാതെ ദീപം പോലെ ശിവധ്യാനം പ്രകാരം മുത്തപ്പൻ കലർന്ന് എൻ്റെതായിരിക്കുന്ന ജീവിതത്തിലേക്ക് വിഷമിച്ച ഘട്ടങ്ങളുണ്ട് ഒരുപാട്. ആ വിഷമഘട്ടങ്ങളൊക്കെ തരണം ചെയ്ത് ഇങ്ങനെ മുൻപിൽ നിർത്തിച്ചത് ഞാൻ തന്നെ അല്ലേ? ഇങ്ങനെ എൻ്റെ മുമ്പിൽ നിർത്തിച്ചു ഞാൻ. എന്നാൽ ഉപരിയായിരിക്കുന്ന സന്തോഷത്തോടു കൂടെ കഴിയേണ്ടതായിരിക്കുന്ന ഭാഗ്യം ഞാൻ വാക്കാണ്. വാക്കിൻ്റെ വില ഞാൻ ചെയ്യും.